ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാജിക് റിംഗ് എന്താണെന്ന് പഠിക്കാം ക്രോഷയിൽ. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. അതായത് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ മാജിക് റിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിൽ രണ്ട് തരത്തിൽ നമ്മൾ മാജിക് റിങ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രഡീഷണൽ മെത്തേഡും പിന്നെ ഒന്ന് ഈസി ആയിട്ടുള്ള മെത്തേഡും. ട്രഡീഷണൽ മെത്തേഡ് നമുക്ക് ആദ്യം നോക്കാം. അതിൽ നമ്മൾ ഈ രണ്ട് ഫിംഗറിലോട്ട് ത്രെഡ് ഇങ്ങനെ ചുറ്റിക്കെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് കൊണ്ട് ഈ താഴത്തെ ചെയിൻ, ഇത് ഫസ്റ്റത്തെ താഴത്ത് കൂടെ അടിയിലത്തെ ചെയിൻ ഇതുപോലെ വലിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ത്രെഡിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ചെറിയ ലെങ്ത് ഉള്ളതും നമ്മൾ ക്രോഷ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വലിയ ലെങ്ത് ഉള്ള ത്രെഡും. ഈ വലിച്ചെടുത്ത ലൂപ്പിലോട്ട് നമുക്ക് ഈ വലിയ ത്രെഡ് ഉള്ളിലോട്ട് വലിച്ചെടുക്കാം. ഇതാണ് നമുക്ക് മാജിക് റിങ്. ഇവിടെ ഒരു നോട്ടായി. നമുക്ക് ഈ നോട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ ഒരു വലിയൊരു ലൂപ്പും ഒരു സർക്കിൾ കെട്ടി നമുക്ക് അതിൻ്റെ പുറത്ത് ഇതുപോലെ നമുക്കൊരു സ്ലിപ്പ് നോട്ട്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതുപോലെ സ്ലിപ്പ് നോട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്കിത് ഈ ഒരു ത്രെഡ് ഇതുപോലെ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണം ഇനി നമുക്ക് സിംഗിൾ ക്രോഷ ആണെങ്കിലും ഡബിൾ ക്രോഷ ആണെങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ആദ്യം ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ത്രെഡ് എപ്പോഴും ഇതിൻ്റെ അടിയിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ലൂപ്പ് ഇവിടെ വലിച്ചെടുത്തു. ഇതുപോലെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഇതിലോട്ട് വലിച്ചെടുത്തു. ഇപ്പോൾ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷയായി. ഞാനിവിടെ ഒരു 6 സിംഗിൾ ക്രോഷ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. വീണ്ടും ഇതുപോലെ ഇപ്പം ചെയിൻ 1 2, അതുപോലെ നെക്സ്റ്റ് വീണ്ടും വലിച്ചെടുക്കുക. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ 1 2 3. നമുക്ക് ചെയിൻ കൺഫ്യൂഷൻ ഉണ്ട്, ഈ സ്ലിപ്പ് നോട്ടും ചെയിനും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ ചെയിനിൽ വേണം സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ 4 1 2 3 4 5 6. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ 6 സിംഗിൾ ക്രോഷ ചെയ്തെടുത്തു. 1 2 3 4 5 6. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ ചെറിയ ത്രെഡ് നമുക്കിതുപോലെ വലിച്ചെടുക്കാം. അല്ലോ ഇതുപോലെ നമ്മൾ ഇതുപോലെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്കിവിടെ അത്രയും ടൈറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഹോൾ നമുക്കിവിടെ കാണില്ല. നമ്മൾ നോർമൽ ഈസി മെത്തേഡ് നമുക്ക് ചിലപ്പോൾ ഇവിടെ ചെറിയൊരു ഹോള് ബാക്കിയാവാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതാണ്. 1 2 3 4 5 6. ഫസ്റ്റത്തെ സ്റ്റിച്ചിലോട്ട് നമ്മൾ ഈ ഹുക്ക് കട്ടിവിടുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് വലിച്ചെടുക്കുക. ഇത് വലിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. SLST എന്നാണ് ഞാൻ പറയുക. നമ്മൾ തുടർന്ന് ഇതിലോട്ട് വീണ്ടും നമുക്ക് അടുത്തൊരു ലെയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചെയിൻ വേണമെങ്കിൽ ഒരു ചെയിൻ ഇടാം. എന്നിട്ട് സെയിം ചെയിൻ തന്നെ നമുക്ക് രണ്ടാണെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 2 സ്റ്റിച്ച് ഇടാം. അപ്പോൾ അത് നമുക്ക് സാധാരണ ആമിഗുരുമി പാറ്റേൺസിലൊക്കെ ചെയ്യുന്ന ഡോൾസൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ ടേബിൾ മാറ്റൊക്കെ ചെയ്യാൻ റൗണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ലെയറിൽ ഇൻക്രീസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ചെയ്ത കുറച്ച് വർക്ക് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് 12 അടുത്ത ലെയറിൽ 12 സ്റ്റിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ 6 1 2 3 4 5 6 ഈ 6 വേണം നമ്മൾ 2 സിംഗിൾ ക്രോഷ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് അയച്ചെടുക്കുകയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം മാജിക് റിങ്. ഇതുപോലെ നമ്മൾ വിരൽ ചുറ്റി കൊടുക്കുക. ഫസ്റ്റത്തിൻ്റെ താഴെക്കൂടെ ഇത് അടിയിൽ നിന്ന് വലിച്ചെടുക്കുക. വീണ്ടും നമ്മുടെ വലിയ ത്രെഡ് ഇതിനുള്ളിലോട്ട് വലിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് താഴെ ഇതിൽ വലിച്ചെടുക്കുക. വീണ്ടും നമുക്ക് വലിയ ഭാഗം എവിടെയാണോ അതിലോട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ചെയ്യാം. ഓക്കെ, ഇത് ടൈറ്റായിട്ട് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ. അടുത്തത് നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് കുറച്ചൊരു ലൂസിൽ കൊടുക്കട്ടോ. ഒരു 2 ചെയിൻ 1 2 ചെയിൻ കൊടുത്തതിന് ശേഷം ഡബിൾ ക്രോഷ നമുക്ക് ഇതുപോലെ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു പാറ്റേണിൽ എത്ര ഡബിൾ ക്രോഷ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ സിംഗിൾ ക്രോഷ ചെയ്യാനുള്ളത് ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇതിനുള്ളിലോട്ട് ഡബിൾ ക്രോഷ അല്ലെങ്കിൽ സിംഗിൾ ക്രോഷ ചെയ്തെടുക്കാനായിട്ട്. ഞാനത് മൂന്നാമത്തെ ഡബിൾ ക്രോഷയും ചെയ്യുന്നുണ്ട്. നമുക്കിതുപോലെ ടൈറ്റാക്കി എടുത്താൽ നമുക്കിതുപോലെ ചുറ്റും ചെയ്തതിന് ശേഷം ഈ ത്രെഡ് ഇതുപോലെ ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം മാജിക് റിങ് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിക്കാം. അടുത്തത് കുറച്ച് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ സ്ലിപ്പ് നോട്ട് ഇടാം. നമ്മൾ
ഫസ്റ്റ് 2 ക്ലാസ്സിൽ പഠിച്ചതൊക്കെ പോലെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഒരു 2 ചെയിൻ ചെയ്യുക, അല്ലെങ്കിൽ 4 ചെയിൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2 ചെയിൻ ചെയ്യുക. ഇവിടെ ഞാൻ 2 ചെയിനാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റത്തെ ചെയിനിൽ നമുക്ക് എത്രയാണ് സിംഗിൾ ക്രോഷ്യ വേണ്ടത് അത്രയും സിംഗിൾ ക്രോഷ്യ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ 6 സിംഗിൾ ക്രോഷ്യ ഞാൻ ഈ സെയിം സ്റ്റിച്ചിൽ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ ചിലപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡും യൂസ് ചെയ്യാം. ഫസ്റ്റത്തെ സ്റ്റിച്ചിലോട്ട് ഇതുപോലെ എത്രയാണോ സിംഗിൾ ക്രോഷ്യ വേണ്ടത് നമുക്ക് അത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 2 3 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ 5 6 നമുക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയിലേക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ, ഇത് ഇപ്പം നമുക്ക് എന്തായാലും ഇവിടെ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് തമ്മിൽ വ്യത്യാസം. ഇവിടെ ചെറിയൊരു ഹോള് നമുക്ക് ബാക്കിയാവും. അതാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുള്ള പ്രശ്നം. ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെവിടെ കണ്ടോ, നമ്മൾ ഈ ഒരു താമരയുടെ ഇതൊരു കാൻഡിൽ ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റത്തെ ലെയർ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്തത്. 15 ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് പിന്നെ അത് ഇൻക്രീസ് ചെയ്തിട്ട് അതിലോട്ട് ഈ ഓരോ ലെയറായിട്ട് അറ്റാച്ച് ചെയ്ത് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് റീസെൻ്റായിട്ട് ചെയ്തൊരു വർക്കാണ്. ഇതിൽ മിഡിലിൽ ഏറ്റവും മീഡിയലിൽ കണ്ട് നമ്മൾ മാജിക് റിങ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ലെയർ കൂടി ചെയ്ത് പിന്നെ അതിലോട്ട് ഈ ഒരു പെറ്റൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോജക്ട്സ് കാണാം. ഇത് നമുക്ക് ടേബിൾ മാറ്റ് പോലെ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് റോസ് പെറ്റൽസ് ബാഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബാക്ക് സൈഡ് പോർഷനാണ് കേട്ടോ. ഇതിൽ മാജിക് റിങ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ലെയറും പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. ഇതുപോലെയാണ് ഫ്രണ്ട് സൈഡ് വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഉണ്ടാവും ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത്. ഓരോ ലെയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്. അതിപ്പം അടുത്തൊരു പ്രൊജക്റ്റായിട്ട് ചെയ്യാനാണ്. അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ക്ലാസ്സുകളിൽ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം നമുക്കിത് പഠിക്കാം കേട്ടോ. പിന്നെ ഇതും അതുപോലെ തന്നെ ഓരോരു പ്രോജക്റ്റാണ്. പിന്നെ ഉള്ളത് നമുക്ക് മാജിക് റിങ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത് ക്രോഷ്യ ഡോൾസ് ആണ് കേട്ടോ. ആമിഗുരുമി ഡോൾസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് ഞാൻ ഹെഡ് പോർഷൻ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാജിക് റിങ് ചെയ്തിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എത്ര വലുതാക്കണോ ചെറുതാക്കണോ അങ്ങനെയൊക്കെ ചെയ്യാം പാറ്റേൺ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൊക്കെ എങ്ങനെയാണ് പാറ്റേൺ റീഡ് ചെയ്യുന്നത്, അത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരയ്ക്കും. ബൈ.